إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പടക്കുകയും അവർക്ക് സന്മാർഗം സ്വീകരിക്കാനുള്ള മാർഗങ്ങൾ അല്ലാഹു നൽകുകയും ചെയ്തു. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്, യഥാർത്ഥ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകണം എന്നൊക്കെ നാം ആഗ്രഹിക്കാറുണ്ട്. ഈ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ, ഏറ്റവും നല്ല ജീവിതം നയിച്ച് ഏറ്റവും ഉന്നതമായ പ്രതിഫലം നേടിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് രണ്ട് പ്രധാന മാർഗങ്ങൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് പ്രവാചകന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയക്കുകയും അവരിലൂടെ ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മിലേക്ക് എത്തിച്ചു തരികയും ചെയ്തു. രണ്ടാമത്തേത് പരിശുദ്ധമായ ഖുർആനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥങ്ങൾ, നമ്മുടെ ഉമ്മത്തിന് പരിശുദ്ധ ഖുർആൻ, അതിനു മുമ്പുള്ള സമുദായങ്ങളിൽ വ്യത്യസ്തമായ വേദഗ്രന്ഥങ്ങൾ അല്ലാഹു അവതരിപ്പിച്ചു കൊടുക്കുകയും അത് മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാനുള്ള പിടിവള്ളിയാണ്. ആ ഖുർആൻ ആരെങ്കിലും മുറുകെ പിടിക്കുകയാണെങ്കിൽ അവന് വിജയിക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമായ ഈ ഖുർആൻ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നാം മുറുകെ പിടിച്ചിട്ടുണ്ട് എന്നൊരു ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിൽ നാം ഇന്ന് പല ആളുകളുടെയും അവസ്ഥ എന്താണ്? എന്റെ സഹോദരങ്ങൾ, എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾ ഓരോരുത്തർ സ്വയം നഫ്സിനോട് ചോദിച്ചു നോക്കിയാൽ ഈ പരിശുദ്ധ ഖുർആനുമായുള്ള എന്റെ ബന്ധം എന്താണ്? ഈ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്ന ലക്ഷ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യം വരെ എന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചത് വെറുതെയല്ല. ഈ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് 23 വർഷമെടുത്തുകൊണ്ട് അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്നതിന് വളരെ വ്യക്തമായ ലക്ഷ്യമുണ്ട്. അതിലൂടെ വളരെ വ്യക്തമായ അധ്യാപനങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? ഈ ഖുർആനിന്റെ വിഷയത്തിൽ നമ്മുടെ വിശ്വാസം എത്രമാത്രം പരിപൂർണമാണ്? ഈ ഖുർആനിന്റെ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക്, മുസ്ലിമീങ്ങൾക്ക് ചില അധ്യാപനങ്ങൾ, അതിനെക്കുറിച്ച് വിശ്വസിക്കേണ്ടതിനെ കുറിച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ സംസാരമാണ്. അല്ലാഹുവിന്റെ സംസാരം, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ നമ്മോട് സംസാരിക്കുന്ന അവന്റെ സംസാരം ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ സംസാരമല്ല, ഏതെങ്കിലും ഒരു വ്യക്തികളുടെ സംസാരമല്ല, മറിച്ച് എന്നെയും നിങ്ങളെയും പടച്ചിരിക്കുന്ന നമ്മുടെ റബ്ബിന്റെ സംസാരം നമ്മുടെ മുന്നിൽ, ആ വാക്കുകളിൽ, അല്ലാഹു പറഞ്ഞ വാക്കുകളിൽ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും അല്ലാഹുവിന്റെ സംസാരത്തിന് എത്രമാത്രം വില നാം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതൊക്കെ നാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഓർമ്മകൾ നമുക്ക് വേണം. ഈ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹു സംസാരിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് കേട്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഓതിക്കൊടുത്തു. പ്രവാചകൻ സഹാബത്തിന് പഠിപ്പിച്ചു. അങ്ങനെ പരമ്പരയായി അല്ലാഹുവിലേക്ക് നേരിട്ടെത്തുന്ന മാർഗത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ സംസാരം, അതിന്റെ ശബ്ദം, അല്ലാഹു സംസാരിച്ചപ്പോൾ ശബ്ദമുണ്ടായിട്ടുണ്ട്. അത് അഹ്ലുസുന്നയുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. അത്രയും മഹത്വമുള്ള ഈ ഖുർആൻ നമ്മുടെ മുന്നിലുണ്ടായിട്ടും, ഇത്രയും മഹത്വമുള്ള ഈ ഖുർആൻ, അല്ലാഹുവിന്റെ കലാം നമ്മുടെ മുന്നിലുണ്ടായിട്ടും ഈ ഖുർആനിനോട് നാം കാണിച്ചിരിക്കുന്ന ബാധ്യത എന്താണ്? എന്റെ സഹോദരങ്ങൾ, ശരിക്കൊന്ന് ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ ഈ ഖുർആൻ അവതരിപ്പിച്ചതിന്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യം വിവരിച്ചു തരുന്നുണ്ട്. ആരോടാണ് പറയുന്നത്? എന്നോട്, നിങ്ങളിൽ ഓരോരുത്തരോട് അല്ലാഹു പറയുന്നു ഈ ഖുർആൻ എന്തിനാണ് ഇറക്കിയത്.
ഓരോരുത്തർ സ്വയം നഫ്സിനോട് പറയുക, എന്നോടാണ് എന്റെ റബ്ബ് പറയുന്നത് ഈ കാര്യം. ഇന്ന ഹാദൽ ഖുർആൻ, നിശ്ചയമായും ഈ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും നല്ല മാർഗത്തിലേക്ക് മനുഷ്യരെ നയിക്കുക തന്നെ ചെയ്യും. ഏറ്റവും നല്ല മാർഗത്തിലേക്ക്. നിങ്ങളുടെ ജീവിതം ഏറ്റവും നല്ല മാർഗത്തിലാണെങ്കിൽ ഈ പരിശുദ്ധമായ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതം മോശപ്പെട്ട നിലയിലാണെങ്കിൽ, അത് ഓരോരുത്തർക്കും അവരുടെ നഫ്സിനെ അറിയാമല്ലോ, നമ്മുടെ ജീവിതം മോശപ്പെട്ട നിലയിലാണെങ്കിൽ ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത്? അല്ലാഹു പറയുന്നു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും നല്ല മാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത് പരിശുദ്ധമായ ഖുർആനാണ്. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഉന്നതമായ പ്രതിഫലങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നും ഈ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് സന്തോഷ വാർത്ത നൽകുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മാർഗം നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ, ഏറ്റവും നല്ല സന്മാർഗത്തിലാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? പരിശുദ്ധമായ ഖുർആൻ മുറുകെ പിടിക്കുക. അല്ലാഹു പറയുന്നു, ബൽ ഹുവ ആയാതുൻ ബയ്യിനാതുൻ ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽം, ആ ഖുർആൻ വ്യക്തമായ ആയത്തുകളാണ്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ്. ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാ അതിന് നൽകിയിരിക്കുന്ന വിശദീകരണത്തിൽ പറയുന്നതായി കാണാം, നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ടതില്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായ ഉത്ബോധനം നൽകുന്നത് ഈ പരിശുദ്ധമായ ഖുർആനാണ്. എന്റെ സഹോദരങ്ങൾ, ഞാൻ ആവർത്തിച്ചുകൊണ്ട് ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനോട് ചോദിക്കുക, ഖുർആൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതി നിങ്ങൾ ഇന്നേ വരെ ചെയ്തിരിക്കുന്ന അമലുകൾ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഖുർആൻ എന്നെ വിലക്കിയിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള അമലുകൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അങ്ങനെ ഒരു ചിന്ത പോലും ഇന്ന് വരെ നമ്മുടെ മനസ്സിൽ വന്നിട്ടില്ല എങ്കിൽ ഈ പരിശുദ്ധമായ ഖുർആൻ ഏറ്റവും നല്ല മാർഗത്തിലേക്ക് നമ്മെ നയിക്കും എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്ന ആ വിഭാഗത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെട്ടിട്ടില്ല എന്നല്ലേ അർത്ഥം? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഖുർആനുമായി നമുക്ക് വലിയ ബന്ധമുണ്ടാകണം. ഈ ഖുർആനുമായി നല്ല ഒരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാറുണ്ട്, മൻ ലം യസ്തഇദ് ബിൽ ഖുർആനി വൽ മൗത്ത്, ഏതെങ്കിലും ഒരുവൻ പരിശുദ്ധമായ ഖുർആനിലൂടെയും മരണത്തിലൂടെയും മറ്റുള്ളവരുടെ മരണം കാണുമ്പോൾ, മറ്റുള്ളവരുടെ മരണവാർത്ത കേൾക്കുമ്പോൾ, ഈ രണ്ട് കാര്യങ്ങളിലൂടെ ഒരു വ്യക്തി നന്നാകുന്നില്ല എങ്കിൽ ഫലൗ തനാതഹത് ജിബാലുദ് ദുനിയ ബൈന ഐനൈഹി മത്തഅ, അവന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഇവിടെയുള്ള പർവ്വതങ്ങൾ പരസ്പരം തല്ലുകൂടുന്ന അവസ്ഥയുണ്ടായാൽ പോലും അവൻ നന്നാവുകയില്ല എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു. നമ്മുടെ കൺമുമ്പിൽ വെച്ച് ഓരോരോ ദിവസവും ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കറിയുന്ന, നമുക്ക് വേണ്ടപ്പെട്ടവർ അവർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു കാരണവുമില്ലാതെ ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങി രാവിലെ എഴുന്നേൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ അപകട മരണങ്ങൾ ഇതൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന, ഇതൊക്കെ നമ്മുടെ കണ്ണുമുൻപിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മസാജിദുകളിൽ ധാരാളമായി നാം കാണുന്നു. പരിശുദ്ധ ഖുർആനിന്റെ വാഹകരാണെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ഈ ഖുർആനും ഈ മരണവും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കുന്നില്ല എങ്കിൽ അവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നതായി നമുക്ക് കാണാം. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, മൻ ലം യസ്തഇദ് ബിൽ ഖുർആൻ, ഈ പരിശുദ്ധമായ ഖുർആനിലൂടെ നന്നാവാൻ ഒരുവന് സാധിക്കുന്നില്ലെങ്കിൽ ഫൽയത്തഹിം നഫ്സഹ്, അവൻ അവനെ തന്നെ ആക്ഷേപിച്ചുകൊള്ളട്ടെ. കാരണം അല്ലാഹു പറഞ്ഞു, വമൗഇളതൻ ലിൽ മുത്തഖീൻ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് യഥാർത്ഥ മാർഗം നൽകുന്ന, യഥാർത്ഥ ജീവിതപാത കാണിച്ചു തരുന്നതാണ് പരിശുദ്ധമായ ഖുർആൻ. നിങ്ങൾക്ക് ജീവിതപാതയായി പരിശുദ്ധ ഖുർആൻ ഇല്ല എങ്കിൽ അതിനർത്ഥം സഹോദര, നമ്മുടെ ഈമാനിൽ, നമ്മുടെ തഖ്വയിൽ കാര്യപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ തഖ്വക്ക് കാര്യമായ പ്രശ്നങ്ങളുണ്ട്. അതിനെ ചികിത്സിച്ചു മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കണം. സഹോദരങ്ങളെ, ശരീഅത്തിന്റെ അധ്യാപനങ്ങൾ ഖുർആനും സുന്നത്തും നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഖുർആനുമായി ധാരാളം അധ്യാപനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകരും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഈ മുഅ്ജിസത്ത്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഈ കലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത്, കാലാകാലം വരെ നിൽക്കുന്ന മുഅ്ജിസത്ത്, ഇത് പരിശുദ്ധമായ ഖുർആനുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. ഇന്നും നമുക്ക് മുമ്പിൽ അതേ ഖുർആൻ ഒരക്ഷരം പോലും മാറാതെ നിലനിൽക്കുന്നു. ഈ ഖുർആൻ വന്നത് ആർക്കിടയിലായിരുന്നു? മക്കയിലെ കാഫിരീങ്ങൾക്കിടയിൽ. മക്കയിലെ കാഫിരീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാഷയിൽ, അറബി സാഹിത്യത്തിൽ വലിയ കഴിവുള്ള ആളുകൾ, അവരുടെ കഴിവ് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. അറബി ഭാഷയിൽ ഇന്നും ജാഹിലിയ കാലഘട്ടത്തിലെ സംസാരങ്ങൾ തെളിവായി ഉദ്ധരിക്കാറുണ്ട്. അത്രയും അറബി ഭാഷയിൽ കഴിവുള്ളവർക്കിടയിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്.
ഈ സമയം മക്കയിലെ കാഫിരികൾ പറഞ്ഞു, അത് മുഹമ്മദിന്റെ സംസാരമാണ്, അത് അള്ളാഹുവിന്റെ സംസാരമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അം യഖൂലൂന തഖവ്വല, അവർ പറയുന്നു ഇത് മുഹമ്മദിന്റെ സംസാരമാണ്, അതല്ല കാര്യം, ബൽ ലാ യുഅ്മിനൂൻ, അവർക്ക് വിശ്വസിക്കാനുള്ള പ്രയാസമാണ്. ശേഷം അള്ളാഹു പറഞ്ഞു, ഫല്യഅ്തു ബിഹദീസിൻ മിസ്ലിഹി ഇൻ കാനൂ സാദിഖീൻ, അതല്ല, ഇത് പ്രവാചകൻ കൊണ്ടുവന്ന സംസാരമാണെന്നൊരു തോന്നൽ അവർക്കുണ്ട് എങ്കിൽ ഈ പരിശുദ്ധമായ ഖുർആൻ പോലെ ഒരു സംസാരം അവർ കൊണ്ടുവരട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചു. സൂറത്തുൽ ഇസ്രായിൽ മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഖുൽ ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിൻ അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ, നമുക്ക് മുമ്പിൽ നാം ഈ കാണുന്ന പരിശുദ്ധ ഖുർആൻ പോലെയുള്ള ഒരു ഗ്രന്ഥം ജിന്നുകളും മനുഷ്യരും ഒന്നിച്ചുകൂടുകയും അവരിതുപോലെയുള്ള ഒരു ഖുർആൻ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ ലാ യഅതൂന ബിമിസ്ലി, അങ്ങനെയുള്ള ഒരു ഖുർആൻ കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല. വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ളഹീറ, അവർ പരസ്പരം അവർക്ക് ഉപയോഗിക്കാനാവുന്ന ഏതൊരു സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചാലും എത്ര വലിയ ആളുകളെ ഉപയോഗിച്ചാലും പരിശുദ്ധ ഖുർആൻ പോലെ ഒരു സംസാരം കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയില്ല. അഥവാ സാധിക്കുമെങ്കിൽ അവർ കൊണ്ടുവരട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വെല്ലുവിളിക്കുന്നു. അറബി സാഹിത്യത്തിൽ ഇത്രയും കഴിവുള്ള ഒരു സമുദായത്തിന് മുമ്പിൽ പരിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി അന്ന് നിലനിന്നിരുന്നു, ഇന്നും ആ വെല്ലുവിളി നിലനിൽക്കുന്നു. സഹോദരങ്ങളെ, ഒരാൾക്കും ഖുർആൻ പോലെയുള്ള മറ്റൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഫഇല്ലം തഫഅലു വലൻ തഫഅലു, നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് അല്ലാഹുവിന്റെ കലാമാണ്. ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, നമുക്ക് വെള്ളം നൽകുന്ന, നമ്മെ ജനിപ്പിച്ച, നമുക്ക് ഭക്ഷണം നൽകുന്ന, നമുക്ക് വായു നൽകുന്ന അല്ലാഹുവിന്റെ സംസാരം, റബ്ബുൽ ആലമീനിന്റെ സംസാരം. പക്ഷേ വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരി, അല്ലാഹുവിന് കൊടുക്കേണ്ട മഹത്വം നാം ആരും നൽകുന്നില്ല. അവന്റെ സംസാരത്തിന് കൊടുക്കേണ്ട മഹത്വം സഹോദരങ്ങളെ നാം നൽകുന്നില്ല. നാം നമ്മുടെ ജീവിതത്തിൽ ഈ ഖുർആനിന് നൽകിയ സ്ഥാനം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവസാനമായി ഖുർആൻ തുറന്ന ആളുകൾ, ചില ആളുകൾ അവസാനമായി ഖുർആൻ ഓതിയത് കഴിഞ്ഞ റമദാനിലായിരിക്കും, ചില ആളുകൾ ഓതിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസത്തിലായിരിക്കും. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിനെ ഉപേക്ഷിച്ച ഒരു ജനവിഭാഗമായി ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നല്ലൊരു വിഭാഗം ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിലേക്ക് നാം മടങ്ങുക, ഖുർആനിലേക്ക് നാം മടങ്ങുക. ഈ ഖുർആൻ നിങ്ങൾ ഓതി തുടങ്ങുക. ഈ ഖുർആനിൽ ശരീഅത്തിന്റെ അധ്യാപനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാലിക്കാൻ തയ്യാറാവുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുർആനുമായി നാം സ്വീകരിക്കേണ്ട ചില അധ്യാപനങ്ങൾ മാത്രം ഞാൻ ഉണർത്താം. ഒന്നാമത്തേത്, പരിശുദ്ധ ഖുർആൻ ഓതുന്ന ഒരു പതിവ് തീർച്ചയായും സഹോദരങ്ങളെ നിങ്ങൾക്കുണ്ടാകണം, തീർച്ചയായും ഉണ്ടാകണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഉമാമത്തുൽ ബാഹിലി സുദയ്യ് ഇബ്നു അജ്ലാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടുന്ന് പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, ജനങ്ങളെ, സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബി, അവസാന നാളിൽ അല്ലാഹുവിന്റെ മുന്നിൽ നാം ഓരോരുത്തരും വിചാരണക്ക് നിൽക്കുന്ന സമയം, മഹ്ശറയിൽ നമ്മുടെ തലക്ക് തൊട്ടുമീതെ അല്ലാഹു സൂര്യനെ കൊണ്ടുവയ്ക്കുന്ന സമയം, ഈ സമയത്ത് നമുക്ക് ശുപാർശകനായി ആരെയെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന സമയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ഖുർആൻ ഓതിയാൽ അന്ന് ഖുർആൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വരും, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുമ്പിൽ ശുപാർശകനായി പരിശുദ്ധ ഖുർആൻ വരും. സഹോദര, ആ അവസ്ഥയിൽ, ഇത്രയും ഭീതിയുള്ള ആ ഒരു ഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി വന്നാൽ, അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്താൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഈ ഖുർആൻ നിങ്ങൾ ഓതാൻ തയ്യാറായാൽ ഒരു ദിവസം ഖുർആനിലെ വളരെ ചുരുങ്ങിയ ഒരു ഭാഗമെങ്കിലും നിങ്ങൾ ഓതിയാൽ, ഇബ്നു മസ്ഊദിന്റെ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ആരെങ്കിലും ഖുർആനിലെ ഒരു വാക്ക് ഒരു പദം ഓതിയാൽ അവൻ അതിന് പകരമായി 10 ഇരട്ടി പ്രതിഫലം അല്ലാഹു നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്നോതിയാൽ 10 പ്രതിഫലമുണ്ടെന്നല്ല, വലാകിൻ അലിഫുൻ ഹർഫുൻ, അലിഫ് എന്നോതിയാൽ 10 പ്രതിഫലം, വലാമുൻ ഹർഫുൻ, ലാം എന്നോതിയാൽ 10 പ്രതിഫലം, വമീമുൻ ഹർഫുൻ, മീം എന്നോതിയാൽ 10 പ്രതിഫലം. കേവലം അലിഫ് ലാം മീം എന്നോതിയാൽ 30 പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വെച്ചിട്ടും ഓരോരോ ദിവസവും വാട്സപ്പിലും അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളിലും വാർത്തകൾ വായിക്കാൻ നാം സമയം ചെലവഴിക്കാറുണ്ട്, ജനങ്ങളുടെ സംസാരങ്ങൾ കേൾക്കാൻ നാം സമയം ചെലവഴിക്കാറുണ്ട്.
ന്യൂസുകൾ കേൾക്കാൻ നാം സമയം ചെലവഴിക്കാറുണ്ട്. സഹോദരങ്ങളെ, ഇത്രയും മഹത്വമുള്ള പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് നമ്മെ അകറ്റാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പിശാചിന്റെ കെണിയിൽ അകപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം നാം തീരുമാനമെടുക്കുക, ഇന്നു മുതൽ ബിഇദ്നില്ലാഹ് അള്ളാഹുവിന്റെ കലാം എല്ലാ ദിവസവും ഞാൻ ഓതുക തന്നെ ചെയ്യും. അങ്ങനെ നിങ്ങൾ ഓതിയാൽ അള്ളാഹു പറയുന്നു സൂറത്ത് ഫാത്തിറിൽ, ഇന്നല്ലദീന യസ്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്നവർ, വഅഖാമുസ്സലാഹ്, നിസ്കാരം നിർവഹിക്കുന്നവർ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, നാം നൽകിയിരിക്കുന്ന സമ്പാദ്യത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് നൽകുന്നവർ, സിർറൻ വഅലാനിയതൻ, രാപകലുകൾ വ്യത്യാസമില്ലാതെ രഹസ്യമായും പരസ്യമായും ഖുർആൻ ഓതുകയും നിസ്കരിക്കുകയും മറ്റുള്ളവർക്ക് സദഖ ചെയ്യുകയും ചെയ്യുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറയുന്നു, യർജൂന തിജാറതൻ ലൻ തബൂർ, നഷ്ടമില്ലാത്ത കച്ചവടമാണ് അവർ ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിലാക്കി തീർക്കാൻ നാം കച്ചവടങ്ങൾ ചെയ്യാറുണ്ട്, കച്ചവടത്തിൽ ലാഭങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റി കച്ചവടത്തിൽ നഷ്ടമുണ്ടാകാം. പക്ഷേ ഒരിക്കലും നഷ്ടമില്ലാത്ത അള്ളാഹുവിന്റെ മുമ്പിൽ സ്വർഗ കവാടങ്ങൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടാൻ അള്ളാഹു പറയുന്നു, നിങ്ങൾ ഖുർആൻ ഓതുക, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, നിങ്ങൾ മറ്റുള്ളവർക്ക് സദഖ കൊടുക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ ഇന്നു മുതൽ എന്റെ സഹോദരങ്ങൾ ഓരോരുത്തരും തീരുമാനമെടുക്കുക, എന്തായാലും ഞാൻ എന്റെ ജീവിതത്തിൽ ഖുർആനിന് ഒരു വിഹിതം നൽകും. അതിന് വലിയ സമയമൊന്നും വേണ്ട. ഒരു ദിവസം അരമണിക്കൂർ, 24 മണിക്കൂറിൽ നിന്ന് അരമണിക്കൂർ നിങ്ങൾ പരിശുദ്ധ ഖുർആനിന് വേണ്ടി മാറ്റിവെച്ചാൽ സഹോദര, ഏറ്റവും ചുരുങ്ങിയത് ഒരു ജുസ് നിനക്കൊരു ദിവസത്തിൽ ഓതാൻ സാധിക്കും. ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം അൽ-ഹൻളലി റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം, മഹാനായ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചപ്പോൾ, അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽ-ആസ്, നമ്മുടെ പൂർവികനായ നമ്മുടെ സഹാബി, അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ പോയി പറയുന്നു, സഹോദരേ, നമ്മളെ പോലെ മാംസമുള്ള, വെള്ളം കുടിക്കുന്ന, ഭക്ഷിക്കുന്ന സാധാരണ പച്ചയായ മനുഷ്യൻ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽ-ആസ് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ പോയി ചോദിക്കുന്നു, പ്രവാചകരെ, എത്ര ദിവസത്തിലാണ് ഞാനൊരു ഖതം തീർക്കേണ്ടത്? എത്ര ദിവസത്തിലാണ് ഒരു തവണയെങ്കിലും ഖുർആൻ പൂർണ്ണമായി ഓതേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 40 ദിവസത്തിൽ ഒരു തവണയെങ്കിലും നീ ഖുർആൻ പൂർണ്ണമായി ഓതണം. ആ സഹാബി അള്ളാഹുവിന്റെ റസൂലിനോട് തിരിച്ചു പറയുന്നു, പ്രവാചകരെ, എനിക്ക് 40 ദിവസം ആവശ്യമില്ല, കുറച്ചു നൽകണം. അദ്ദേഹത്തോട് പ്രവാചകൻ പറഞ്ഞു, ഒരു മാസത്തിൽ. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ഒരു മാസവും വേണ്ട. അവിടുന്ന് പറഞ്ഞു 20 ദിവസം. വീണ്ടും കുറക്കാൻ പറഞ്ഞു, 15 ദിവസം. വീണ്ടും കുറച്ചു, 10 ദിവസം. വീണ്ടും കുറച്ചു, 7 ദിവസം. വീണ്ടും കുറക്കാൻ ആവശ്യപ്പെടുന്നു അദ്ദേഹം. പ്രവാചകൻ പറഞ്ഞു 3 ദിവസത്തിൽ. ആ സഹാബി പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് 3 ദിവസത്തിന്റെ ആവശ്യവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 ദിവസത്തിൽ കുറഞ്ഞ നീ ഖുർആൻ ഓതിയാൽ അത് ഗ്രഹിക്കാൻ സാധിക്കണമെന്നില്ല. മാത്രമല്ല, നിന്റെ ഭാര്യയോട് നിനക്ക് ഹക്കുണ്ട്, നിന്റെ കുടുംബത്തോട് നിനക്ക് ഹക്കുണ്ട്. അതുകൊണ്ട് ഖുർആൻ 3 ദിവസത്തിൽ നീ തീർത്താൽ മതി എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ-ആസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. സഹോദരങ്ങളെ, ഈ ഹദീസിൽ 2 പാഠമുണ്ട് നമുക്ക്. എന്റെ സഹോദരങ്ങൾ ശരിക്കും ചിന്തിക്കണം. ഒന്ന്, പ്രവാചകനോട് ചോദിച്ചു, എത്ര ദിവസത്തിലാണ് ഖതം തീർക്കേണ്ടത്? അവിടുന്ന് പറഞ്ഞു 40 ദിവസത്തിൽ. ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം അൽ-ഹൻളലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഒരു വിശ്വാസി ഏറ്റവും ചുരുങ്ങിയത് 40 ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഖതം തീർത്തിരിക്കണം. സഹോദര, ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിച്ചു നോക്കുക. മരണപ്പെട്ടതിന് ശേഷം റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് ഉറപ്പുള്ള നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക, അല്ലെങ്കിൽ സ്വയം നഫ്സിനോട് നാം ചോദിച്ചു നോക്കുക, ഒരു ദിവസം എത്രമാത്രം ഖുർആൻ നമ്മൾ ഓതുന്നുണ്ട്? 40 ദിവസത്തിൽ ഖതം തീർക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? അതുപോലെ ഈ ഹദീസിലുള്ള 2ാമത്തെ പാഠം, ഈ സഹാബി അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽ-ആസ് എന്ന് പറയുന്ന സഹാബിയോട് 40 ദിവസത്തിൽ ഖതം തീർത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്നു, പ്രവാചകരെ, അത്ര ദിവസത്തിന്റെ ആവശ്യമില്ല, കുറച്ചു തരണം. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ജോലിയില്ലാഞ്ഞിട്ടാണോ? അദ്ദേഹത്തിന് കുടുംബമില്ലാഞ്ഞിട്ടാണോ? നാം ജീവിക്കുന്നത് പോലെ സുഖമുള്ള ജീവിതം വേണ്ട എന്ന് അദ്ദേഹം വെച്ചത് എന്തുകൊണ്ടാണ്? മഹാനായ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽ-ആസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വളരെ നന്നായി അറിയാം, ഈ ജീവിതം എത്രമാത്രം സുഖങ്ങൾ ലഭിച്ചാലും ഒരു ദിവസം നിലക്കുക തന്നെ ചെയ്യും, മരിക്കുക തന്നെ ചെയ്യും, അള്ളാഹുവിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യേണ്ടി വരും. അള്ളാഹുവിന്റെ മരണത്തിൽ നിന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിച്ചിരിക്കുന്ന മരണത്തിൽ നിന്ന് ഓടിപ്പോകാൻ നമുക്ക് സാധ്യമല്ല എന്ന ബോധ്യം മഹാനായ അബ്ദുല്ലാഹ് ബിൻ അംറിനുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം സ്ഥാനം നൽകിയത് ഈ ദുനിയാവിലെ സുഖങ്ങളെക്കാൾ എനിക്ക് അള്ളാഹുവിന്റെ സ്വർഗം വേണം. ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന ഏതൊരു സ്വർഗമാണോ
അതേ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്ത മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസും അതുപോലെയുള്ള സഹാബികളും 3 ദിവസത്തിലും 7 ദിവസത്തിലും നിരന്തരമായി ഖതം തീർക്കുമ്പോൾ റമളാനിൽ മാത്രം ഖുർആനുമായി ബന്ധം വെക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ നഫ്സിനോട് ചോദിക്കുക, എത്രമാത്രം ഈമാനിന്റെ വിഷയത്തിൽ ബലഹീനതയുള്ളവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ 40 ദിവസത്തിൽ ഒരു തവണയെങ്കിലും നിർബന്ധമായി ഖതം തീർക്കുന്ന പതിവ് ഇന്നു മുതൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം സന്തോഷ വാർത്ത നൽകാം. വല്ലാഹി സത്യം, നിങ്ങൾ അങ്ങനെ ഒരു പതിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് വളരെ വലിയ മനസ്സിന്റെ അനുഭൂതിയാണ്. നിങ്ങളുടെ മനസ്സിന് സന്തോഷമുണ്ടാകും, നിങ്ങളുടെ മനസ്സിന് റാഹത്തുണ്ടാകും. നിങ്ങൾ നിരന്തരമായി പാരായണം ചെയ്യുന്നത് റബ്ബിന്റെ സംസാരമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ അത് മുഖേന ബറക്കത്തുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളാണെങ്കിൽ, മറ്റിതര ബിസിനസ്സുകൾ ചെയ്യുന്നവരാണെങ്കിൽ, എത്ര തിരക്കുകളുള്ളവരാണെങ്കിലും ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു ജുസ് എങ്കിലും ഓതാനുള്ള സമയം, അരമണിക്കൂർ സമയം അള്ളാഹുവിന്റെ കലാമിന് വേണ്ടി മാറ്റിവെച്ചാൽ അതൊരിക്കലും പാഴാവുകയില്ല. അത്തരക്കാർ ചെയ്യുന്ന കച്ചവടം യർജൂന തിജാറതൻ ലൻ തബൂർ, അള്ളാഹുവിന് മുമ്പിൽ ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹ ഫിൽ ഖുർആൻ, ഖുർആനിന്റെ വിഷയത്തിൽ, അതിന്റെ പാരായണം ചെയ്യുന്ന വിഷയത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അത് പാരായണം ചെയ്യുന്നതിൽ ഇനി ഒരു അശ്രദ്ധ ഒരിക്കലും നമുക്ക് വന്നുകൂടാ. രണ്ടാമത്തെ കാര്യം, ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഒരൽപ്പം സമയം കണ്ടെത്തുക. ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഒരൽപ്പം സമയം കണ്ടെത്തുക. എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും ഖുർആൻ മനഃപ്പാഠമാക്കാൻ നിങ്ങൾ മാറ്റിവെക്കുക. ഇനി നിങ്ങൾക്ക് അത്രയും തിരക്കുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഖുർആനിലെ ഒരു പേജ് വെച്ചെങ്കിലും സഹോദരങ്ങളെ നിങ്ങൾ മനഃപ്പാഠമാക്കുക. നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താണ്? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതൊക്കെ പ്രവാചകൻ വെറുതെ പറയുന്നതല്ല, വഹീന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു. യുഖാലു ലിസാഹിബിൽ ഖുർആൻ, ഖുർആൻ പഠിച്ച ആളുകളോട് പരലോകത്തെത്തിയാൽ പറയപ്പെടും, ഖുർആൻ മനഃപ്പാഠമാക്കിയവർ അവരോട് പരലോകത്തെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്ന കാര്യം, ഇഖ്റ, നീ ഖുർആൻ ഓതുക, വർതഖി, നിന്റെ സ്ഥാനം ഉയർന്നുകൊണ്ടേയിരിക്കും. സഹോദരങ്ങളെ, ദുനിയാവിൽ ഏതെങ്കിലും കമ്പനികളിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന കാര്യത്തിൽ അറിവുണ്ടായാൽ, നമുക്ക് സ്ഥാനക്കയറ്റം കിട്ടുമെന്ന വാഗ്ദാനം ലഭിച്ചാൽ അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി പല കോഴ്സുകളും ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിൽ സത്യം മാത്രം പറയുന്ന അസ്വാദിഖുൽ മസ്ദൂഖായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, പരലോകത്തെത്തിയാൽ അടിമകളെ വിചാരണക്കെടുത്ത് അവരെ സ്വർഗ്ഗനരകത്തിലേക്ക് അല്ലാഹു തീരുമാനിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ വാഹകരാണെങ്കിൽ, നിങ്ങൾ ഖുർആൻ മനഃപ്പാഠമാക്കിയവരാണെങ്കിൽ, അതൊരു ജുസ് ആണെങ്കിൽ അങ്ങനെ, രണ്ടാണെങ്കിൽ അങ്ങനെ, സ്വർഗ്ഗപ്രവേശനത്തിന്റെ സമയം അവരോട് പറയും, ഇഖ്റ, നീ ഖുർആൻ ഓതുക, വർതഖി, നീ ഉയർന്നുകൊണ്ടേയിരിക്കുക, നിനക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചുകൊണ്ടേയിരിക്കും, വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയ, ഈ ഭൂമിയിൽ വെച്ച് നീ ഖുർആൻ ഓതിയതുപോലെ ഇന്നിതാ എന്റെ മുന്നിൽ അല്ലാഹുവിന്റെ മുമ്പിൽ അവന്റെ സംസാരം നീ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം പറയുന്ന വാക്ക്, ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ, നീ ഓതുന്ന അവസാനത്തെ ആയത്ത് ഏതാണോ അവിടെയായിരിക്കും നിന്റെ സ്ഥാനം എന്ന് നിന്നോട് പറയപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പരിശുദ്ധ ഖുർആൻ മുഴുവനായി മനഃപ്പാഠമാക്കിയവർക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ കാത്തിരിക്കുന്നത് ഉന്നതമായ സ്ഥാനങ്ങൾ. പരിശുദ്ധ ഖുർആൻ ഒന്നും മനഃപ്പാഠമാക്കാതെ സൂറത്തുൽ ഫാത്തിഹ പോലും നല്ല രൂപത്തിൽ ഓതാൻ അറിയാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മെ കാത്തിരിക്കുന്നത് എത്ര താഴ്ന്ന സ്ഥാനങ്ങളാണ്. ദുനിയാവിൽ എത്രമാത്രം സമ്പാദ്യം ഉണ്ടായാലും, ദുനിയാവിൽ എന്ത് തന്നെ ഉണ്ട് എങ്കിലും പരിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിൽ ഈ സ്ഥാനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഖുർആൻ നിങ്ങൾ പഠിക്കുക തന്നെ വേണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. പ്രായം അതിന്റെ തടസ്സമല്ല, പ്രായം അതിന്റെ ഒരു തടസ്സമല്ല. ചില ആളുകൾ കരുതും, എനിക്ക് 30 വയസ്സായി, എനിക്ക് 40 വയസ്സായി, എനിക്ക് 50 വയസ്സായി, ഞാൻ എങ്ങനെ പഠിക്കാനാണ്? സഹോദരങ്ങളെ, സഹാബത്തിന്റെ ചരിത്രം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇമാം ബുഖാരി പറയുന്നു, തഅല്ലമ അസ്ഹാബു റസൂലില്ലാഹി കിബാറ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ വലിയ പ്രായമെത്തിയതിനു ശേഷം പഠിച്ച ആളുകളാണ്. ചില ആളുകൾ പരാതി പറയും, ഞാൻ ഖുർആൻ പഠിക്കാൻ ഇരിക്കാറുണ്ട്, ഞാൻ ഖുർആൻ ഓതും, പക്ഷേ മനഃപ്പാഠമാക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. 10ഉം 20ഉം തവണയും ഖുർആൻ ഓതിയിട്ട് എനിക്കത് മനഃപ്പാഠമാക്കാൻ സാധിക്കുന്നില്ല. എന്റെ പ്രായം വലുതാണ്, എനിക്ക് കുടുംബ ബാധ്യതകളുണ്ട്, എനിക്ക് ധാരാളം ചിന്തകളാണ്, മനഃപ്പാഠമാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വല്ലദി യഖറഉൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവർ, വയതആഹദുഹു, അതിന്റെ വിഷയത്തിൽ കാര്യഗൗരവം കാണിക്കുന്നവർ, വയതതഅതഉ ഫീഹി, അത് ഓതാൻ പ്രയാസം
അനുഭവിക്കുന്നവർ, ഓതുമ്പോൾ തപ്പിത്തടഞ്ഞോതുന്ന ആളുകൾ, വഹുവ അലൈഹി ഷാഖുൻ, ഇങ്ങനെ പ്രയാസപ്പെട്ടിട്ടും അവൻ ഖുർആൻ ഓതാൻ വേണ്ടി തീരുമാനമെടുത്താൽ, പഠിക്കാൻ വേണ്ടി തീരുമാനമെടുത്താൽ, ഫലഹു അജ്റാൻ, അവന് 2 പ്രതിഫലം, മറ്റുള്ളവരെക്കാളും ഒരു ഇരട്ടി പ്രതിഫലം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ലോകത്തെ ഏത് ഗ്രന്ഥത്തിനാണ് ഈ ഒരു മഹത്വമുള്ളത്? റബ്ബിന്റെ കലാമിനല്ലാതെ നമ്മുടെ മുന്നിൽ, നമ്മുടെ വീട്ടിലെ ഷെൽഫുകളിൽ ഉപയോഗിക്കാതെ വെക്കുന്ന ഈ പരിശുദ്ധമായ ഖുർആനിനല്ലാതെ മറ്റൊരു കിതാബിനും ലോകത്ത് ഈ ഒരു പദവിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ മനപ്പാഠമാക്കാൻ നാം ഒരു സമയം കണ്ടെത്തുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലദീ യഖറഉൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവർ, വഹുവ ഹാഫിളുല്ലഹ്, അത് മനപ്പാഠമാക്കിയ ശേഷം ഓതുന്നവർ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാഗികമായി മനപ്പാഠമാക്കിയവരാകട്ടെ, പരിപൂർണമായി മനപ്പാഠമാക്കിയവരാവട്ടെ, മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, അവരുടെ സ്ഥാനങ്ങൾ സ്വർഗ്ഗത്തിലും മറ്റും സഹാബത്ത് മലക്കുകളുടെ കൂടെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇത്രയേറെ മഹത്വങ്ങൾ ഖുർആൻ പഠിച്ചവർക്കുണ്ട്, ഇത്രയേറെ മഹത്വങ്ങൾ സഹോദരങ്ങളെ. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത മഹല്ലുകളിൽ പോയി ഖുർആൻ പഠിക്കാൻ, ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവിടെയുള്ള ഉസ്താദ്മാരെ ബന്ധപ്പെട്ട് ഖുർആൻ അറിയുന്ന വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് നിങ്ങൾ ഖുർആൻ പഠിക്കുക. ഇനി അഥവാ അതിന് സാധിക്കുന്നില്ലെങ്കിൽ വാട്സപ്പുകളിലും മറ്റും ഇന്ന് ഓൺലൈനായി ഖുർആൻ പഠിക്കാൻ അനേകം സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹ ഫീ ഹിഫ്ളിൽ ഖുർആൻ മനപ്പാഠമാക്കുന്നതിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അത് പരലോകത്തേക്കുള്ള മുതൽക്കൂട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു, ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാഹ് അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അലൈക ബിതിലാവത്തിൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിന്റെ വിഷയത്തിൽ ഗൗരവം കാണിക്കുക, ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുക. ഫഇന്നഹു നൂറുൻ ലക ഫിൽ അർദ്, അത് ഭൂമിയിൽ നിങ്ങൾക്ക് പ്രകാശമാണ്. വദുഖ്റുൻ ലക ഫിസ് സമാ, പരലോകത്തെത്തിയാൽ നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നഷ്ടമുണ്ടാകില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ സ്വർഗ്ഗത്തിലേക്ക്, അല്ലാഹുവിന്റെ മഹത്വത്തിലേക്ക് നാം ഓരോരുത്തരും മത്സരിച്ചു കൊണ്ടുപോവുക. നിങ്ങൾ ഖുർആൻ പഠിച്ചാൽ ഈ പറയപ്പെട്ട പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതിലുപരി ബുറൈദത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യുഖ്സാ വാലിദാഹു ഹുല്ലതൈൻ, ഖുർആൻ പഠിച്ച ആളുകളുടെ മാതാപിതാക്കൾക്ക്, ഖുർആൻ പഠിച്ചവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചു കൊടുക്കും. ലാ യുഖവ്വമു ലഹുമാ അഹ്ലുദ് ദുനിയ, ഈ ദുനിയാവിന്റെ ആളുകൾ, ദുനിയാവിൽ നാം കാണുന്ന സുഖ സൗകര്യങ്ങൾ അതൊക്കെ ആ വസ്ത്രത്തോട് താരതമ്യം ചെയ്താലും അതിനേക്കാളും വിലയുള്ള വസ്ത്രങ്ങൾ അവർക്ക് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലെത്തിയാൽ, നിങ്ങൾക്ക് പരലോകത്ത് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 വസ്ത്രങ്ങൾ നൽകാൻ, ഈ ലോകത്തിനേക്കാളും വിലപിടിപ്പുള്ള 2 വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി അയക്കുക, അവരെ ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. ഭൗതിക വിദ്യാഭ്യാസങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ ഇന്ന് നമ്മുടെ സമുദായത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഖുർആൻ പഠിക്കുന്നതിന് എത്ര ആളുകളാണ് പ്രോത്സാഹനം നൽകാറുള്ളത്? വളരെ ചുരുക്കം ചില ആളുകൾ തന്റെ മക്കൾ ചെറിയ പ്രായത്തിൽ തന്നെ ഭൗതിക വിദ്യാഭ്യാസം പഠിച്ച് ഭൗതികമായ കാര്യങ്ങൾ അറിയുമ്പോൾ മാതാപിതാക്കൾ വലിയ പ്രതാപത്തിൽ നടക്കും. എന്നാൽ ഖുർആൻ ഓതാൻ മാതാപിതാക്കൾക്ക് അറിയുന്നത് പോയിട്ട് ഈ മക്കൾ പഠിക്കാത്തതിന് ഒരിക്കലും ഈ മാതാപിതാക്കളുടെ മനസ്സിൽ വേദനയില്ല. പല മാതാപിതാക്കളും അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. പക്ഷേ സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ നാം ഖുർആൻ പഠിപ്പിക്കാൻ, ഖുർആൻ മനഃപ്പാഠമാക്കാൻ, അല്ലാഹുവിന്റെ കലാം അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ നാം പരിശ്രമിക്കുക. അതിനുവേണ്ടി നാം പണിയെടുക്കുക. നിങ്ങളെ സ്വർഗ്ഗത്തിൽ കാത്തിരിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ്. ചില ഹദീസുകളിൽ കാണാം, ഖുർആൻ പഠിച്ചവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ ഒരു കിരീടം വെച്ച് നൽകുന്നതാണ്. സഹോദരങ്ങളെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഭൂമിയുടെ അവസാനം ജീവിക്കുന്നവൻ വരെ മഹ്ശറയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ വെച്ച് നിന്നെ വിളിച്ച് നിനക്ക് പ്രത്യേകമായ വസ്ത്രം, പ്രത്യേകമായ കിരീടം അല്ലാഹു നൽകുന്നുവെങ്കിൽ എത്ര വലിയ മഹത്വമാണ്, എത്ര വലിയ ഫളലാണ്. ഇത്രയും അധികം ഫളായിലുകൾ അല്ലാഹുവിന്റെ ദീനിൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടും ഭൗതിക വിദ്യാഭ്യാസത്തിന് മാത്രം പ്രത്യേകത നൽകി, അതിന് മാത്രം പ്രാധാന്യം നൽകി നമ്മുടെ മക്കളെ അല്ലാഹുവിന്റെ കലാം പഠിക്കാൻ നാം അയക്കുന്നില്ല എങ്കിൽ എത്രമാത്രം ഭാഗ്യം കെട്ടവരാണ് ഞാനും നിങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഅദ
അള്ളാഹുവിന്റെ റസൂലിന്റെ വാഗ്ദാനം നിങ്ങൾക്ക് അവിടെ വെച്ച് വസ്ത്രം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാഹി വബില്ലാ അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഭൗതികമായി നിങ്ങൾ പഠിച്ചാൽ ഒരുപക്ഷേ വലിയ വലിയ ശമ്പളങ്ങൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടേക്കാം. ആ കമ്പനി നഷ്ടത്തിലായാൽ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ അള്ളാഹുവിന്റെ വാഗ്ദാനം ഇന്ന വഅദല്ലാഹി ലാ യുഖ്ലഫ്, അള്ളാഹുവിന്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കപ്പെടുകയില്ല. അവന്റെ വാഗ്ദാനം അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കുക, അവരെ ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അവസാനമായി ഖുർആനിന്റെ വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഖുർആൻ കേൾക്കാൻ ഒരു സമയം നാം മാറ്റിവെക്കുക. ഖുർആൻ കേൾക്കാൻ സഹോദരങ്ങളെ ഒരു സമയം എല്ലാ ദിവസവും ഖുർആൻ കേൾക്കുക. നിങ്ങൾ കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ കടകളിലേക്ക് പോകുമ്പോൾ വാഹനങ്ങളിൽ ഖുർആൻ നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ മക്കൾ ഖുർആൻ ഓതുന്നുവെങ്കിൽ അവരെ നിങ്ങളുടെ അരികിലിരുത്തി അവരുടെ ഖുർആൻ പാരായണം നിങ്ങൾ കേൾക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ എന്നെ വിളിച്ചു വരുത്തി, എന്നോട് പറഞ്ഞു, എനിക്ക് താങ്കൾ ഖുർആൻ ഓതി തരണം. ഇബ്നു മസ്ഊദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, അഖറഉ അലൈക വഅലൈക ഉൻസിൽ, അല്ലാഹുവേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾക്കല്ലേ അല്ലാഹു ഖുർആൻ നൽകിയത്, എന്തിനാണ് ഞാൻ താങ്കൾക്ക് ഓതി തരുന്നത്? ഇബ്നു മസ്ഊദിനോട് പ്രവാചകൻ പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റുള്ളവർ ഓതുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. നമ്മുടെ പ്രവാചകൻ പറയുകയാണ്, മറ്റുള്ളവർ ഓതുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സൂറത്തുൻ നിസാഇന്റെ ആയത്തുകൾ ഓതാൻ വേണ്ടി ഞാൻ തുടങ്ങി. എനിക്ക് അവിടുത്തെ മുഖത്തേക്ക് നോക്കി ഓതാൻ സാധിക്കുന്നില്ല. ഞാൻ താഴേക്ക് നോക്കി ഖുർആനിന്റെ വചനങ്ങൾ ഓതി. സൂറത്തുൻ നിസാ അങ്ങനെ പരലോകത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദ എന്ന പരലോകത്തെ കുറിച്ചുള്ള പരാമർശം എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഫ അൻക, നീ നിർത്തുക എന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദ് പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഫൈദാ ഫറഅയ്തു ഐനൈഹി തദ്രിഫാൻ, അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് കരയുകയാണ് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേട്ടിട്ട്. സഹോദരങ്ങളെ, ഒരു തവണയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ തവണ ഈ ഖുർആൻ കേട്ടിട്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? ഒരു തവണയെങ്കിലും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കുറിച്ച് പറയുന്നു, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹ മസാനിയ മിൻഹു തഖ്ശഇറു മിൻ ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ, അവർ പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ കേട്ടാൽ അവർക്ക് ഭയമുണ്ടാകും, അവർക്ക് മനസ്സിൽ പേടിയുണ്ടാകും. നമുക്ക് എന്തുകൊണ്ടാണ് പേടിയില്ലാത്തത്? നമ്മൾ ഖുർആൻ പഠിക്കുന്നില്ല, നമുക്ക് ഖുർആനിനെ കുറിച്ച് അറിയില്ല. നമുക്ക് കേവലം ഖുർആനിന്റെ വാഹകരാണെന്ന് പറയുമ്പോൾ ആ ഒരു പറച്ചിൽ മാത്രമേ നമുക്കുള്ളൂ. അതല്ലാതെ ഖുർആൻ പഠിക്കുന്ന ഒരു സ്വഭാവമില്ല. ഈ ഖുർആനിൽ എന്റെ റബ്ബ് എന്നോട് പറയുന്നത് എന്താണെന്ന് അറിയാനുള്ള താല്പര്യം പലപ്പോഴും നമുക്കില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ, നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി നമുക്കറിയാത്തൊരു ഭാഷയിൽ ഒരു കത്ത് നമുക്ക് നൽകിയാൽ അതിന്റെ ഭാഷ നമുക്കറിയില്ല എന്ന് കരുതി നാം ആരെങ്കിലും മിണ്ടാതിരിക്കുമോ? ഇല്ല. അറിയുന്നവരോട് നമ്മൾ ചോദിക്കും. ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, നമുക്കെല്ലാവിധ സൗകര്യങ്ങളും ഈ ഭൂമിയിൽ നൽകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരം ഇങ്ങനെ മസാജിദുകളിലും മറ്റും കെട്ടിവെച്ചിട്ട് ആ ഖുർആനിന്റെ അർത്ഥം അറിയാൻ ഇന്ന് വരെ നിങ്ങൾ പരിശ്രമിച്ചില്ല എങ്കിൽ റബ്ബിനോട് എന്ത് സ്നേഹമുണ്ടെന്നാണ് ഞാനും നിങ്ങൾ വാദിക്കുന്നത്? ഈ റബ്ബിനോട് എന്ത് സ്നേഹമാണ് നമുക്കുള്ളത്? സത്യസന്ധമായി നാം ചിന്തിക്കുക. എന്ത് സ്നേഹമാണ് അള്ളാഹുവിനോട് നമുക്കുള്ളത്? നമുക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം എന്താണ്? കേവലം 5 വക്ത് നിസ്കാരത്തിന്റെ ബന്ധമാണോ? വേറൊരു ബന്ധവുമില്ലാതെ, ഖുർആനിന്റെ ഒരു അർത്ഥം പോലും പഠിക്കാതെ ഇത്രയും മോശപ്പെട്ട ജീവിതം നയിക്കുമ്പോൾ അള്ളാഹു നമ്മോട് പറയുന്നത് എന്താണെന്ന് അറിയാനുള്ള താല്പര്യം എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ നമുക്കില്ലാത്തത്? അതുകൊണ്ട് ഇന്ന് നിങ്ങൾ തീരുമാനം എടുക്കുക, എനിക്കിത് പഠിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതി കേൾപ്പിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ മക്കളോട് ഖുർആൻ ഓതി തരാൻ പറയുക. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാഹനങ്ങളിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കേൾക്കാം, യുവാക്കളൊക്കെ വാഹനത്തിൽ വലിയ ശബ്ദത്തിൽ മ്യൂസിക്കുകളും വെച്ചും പോകുന്നു. അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ. നിങ്ങൾ ഈ മ്യൂസിക്കുകൾ വെച്ച് പോകുമ്പോഴാണ് നിങ്ങൾ മരണപ്പെടുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുബഅസുൽ അബ്ദു അലാ മാ മാത അലൈഹി, എങ്ങനെയാണ് ഒരു വ്യക്തി മരിക്കുന്നത് അങ്ങനെയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുക. നമ്മുടെ യാത്രകളിൽ അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള മ്യൂസിക്കുകൾ വെച്ചുകൊണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അപകട മരണങ്ങളും മറ്റും സംഭവിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വന്നാൽ ഇത്രയും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യം വെച്ച് അള്ളാഹുവിനെ നാം കണ്ടുമുട്ടേണ്ടി വരും. നേരെ മറിച്ച് ഖുർആൻ കേൾക്കുന്നവരായി, അള്ളാഹുവിന്റെ കലാമ് കേൾക്കുന്നവരായി, അതിൽ ആസ്വാദനം കണ്ടെത്തുന്നവരായി നാം മരണപ്പെട്ടാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവന്റെ കലാമ് കേൾക്കുന്നവരായി നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ നിങ്ങൾ പാലിക്കാൻ തയ്യാറാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന ഒരു സന്തോഷ വാർത്തയുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ സഹാബത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്, നിശ്ചയമായും നമ്മുടെ കൂട്ടത്തിൽ, ഇവിടെ ഇരിക്കുന്ന എന്റെ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ
ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിന്റെ ആളുകളാണ്. അള്ളാഹുവിന്റെ ആളുകൾ, അള്ളാഹുവിന് വേണ്ടപ്പെട്ടവർ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ. സഹാബത്ത് ഇത് കേട്ടപ്പോൾ സന്തോഷമായി. അവർ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അവരാരാണ്, ഏതാണ് ആ വിഭാഗം? അള്ളാഹുവിന്റെ ആളുകൾ. നമ്മൾ പൊതുവെ പറയാറില്ലേ, ഇന്ന പ്രധാനപ്പെട്ട വ്യക്തിയുടെ ആളുകളാണ്, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരാണ് എന്നൊക്കെ പറയുന്നത് പോലെ അതിനേക്കാൾ അള്ളാഹുവിന്റെ ആളുകൾ. സഹാബത്ത് ചോദിച്ചു, ആരാണ് അവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ വാഹകരാണ്. ഹും അഹ്ലുല്ലാഹ്, അവർ അള്ളാഹുവിന്റെ ആളുകളാണ് എന്ന് മാത്രമല്ല, വഖാസ്സതുഹു, അവർക്ക് അള്ളാഹുവിന് വേണ്ടപ്പെട്ടവരാണ് അവർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഫളായിലുകളൊക്കെ കേട്ടിട്ടും ഇന്ന് മുതൽ ഖുർആൻ ഓതാനും പഠിക്കാനും മനഃപ്പാഠമാക്കാനൊന്നും ഒരു നിമിഷ നേരം പോലും നമ്മളിൽ ആർക്കെങ്കിലും സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ മനസ്സ് നാം ചിന്തിക്കുക. അള്ളാഹു ഖുർആനിൽ ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവരുടെ ഹൃദയത്തിൽ അള്ളാഹു സീൽ വെച്ചിരിക്കുകയാണ്. എത്ര കേട്ടാലും, എത്ര നസീഹത്ത് കേട്ടാലും, എത്ര ആയത്ത് ഹദീസുകൾ കേട്ടാലും അവർക്കൊരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് മാറ്റമില്ല എങ്കിൽ അത് നമ്മുടെ ഈമാനിന് വലിയ തോതിലുള്ള കുറവുണ്ട്. അതുകൊണ്ട് അത് ചികിത്സിച്ച് ഭേദമാക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله وكفى والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നാം എല്ലാവരും ഇപ്പോൾ മുഹറം മാസത്തിലാണ്. മുഹറം മാസം എന്നുള്ളത് ശർഇൽ പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിലെ ഒരു മാസമാണ്. ശർഇ വളരെയധികം പ്രാധാന്യം നൽകിയിരിക്കുന്ന പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിലെ ഒരു മാസമാണ് മുഹറം മാസം. ഈ മാസവുമായി ബന്ധപ്പെട്ട് ധാരാളം അധ്യാപനങ്ങൾ ശരീഅത്തിൽ നമുക്ക് കാണാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് വരാനിരിക്കുന്ന മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, റമളാനിന് ശേഷം ഏറ്റവും മഹത്വമുള്ള മാസം, ഏറ്റവും മഹത്വമുള്ള നോമ്പ് അത് മുഹറം മാസത്തിലെ നോമ്പാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ റമളാനിന് ശേഷം ഏറ്റവും മഹത്വമുള്ള നോമ്പാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വരുന്ന ദിവസത്തിൽ മുഹറം 9-നും 10-ഉം നമ്മെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ 2 ദിവസങ്ങളിൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക. ഒരുപക്ഷെ ചില സഹോദരങ്ങളുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു സംശയമാണ്, ചിലരൊക്കെ കേട്ടിട്ടുണ്ടാകാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം നോമ്പ് അനുഷ്ഠിച്ചത് റമളാനിന് ശേഷം ശഅബാനിലാണ്. അങ്ങനെ മുഹറത്തിലാണ് ഏറ്റവും ശ്രേഷ്ഠതയെങ്കിൽ എന്തുകൊണ്ടാണ് ശഅബാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി നോമ്പ് അനുഷ്ഠിച്ചത്? ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മുഹറം മാസത്തിലെ നോമ്പാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് എന്ന് പറയുമ്പോൾ ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ വിശദീകരിച്ചതുപോലെ ശഅബാൻ മാസത്തിലെ നോമ്പ് അതിന് വേറെ തന്നെ പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? അത് റമളാനിനോട് ചേർന്നിരിക്കുന്ന ഇബാദത്താണ്. അതുകൊണ്ട് ചേർന്നിരിക്കുന്ന ഇബാദത്തിനെ പരിഗണിച്ചാൽ ഏറ്റവും മഹത്വമുള്ളത് ശഅബാനിലെ നോമ്പാണ്. അതല്ലാതെ വേറെ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും മഹത്വമുള്ള ഇബാദത്ത് മുഹറം മാസത്തിലെ നോമ്പാണ്. വ്യക്തമാകാൻ മറ്റൊരു ഉദാഹരണം പറയാം. നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും മഹത്വമുള്ള നിസ്കാരം രാത്രി നിസ്കാരമാണ്. കാരണം രാത്രി നിസ്കാരം അത്രയും മഹത്വമുള്ള നിസ്കാരമാണ്. സഹീഹ് മുസ്ലിമിലൊക്കെ ഹദീസുകൾ വന്നതുപോലെ. പക്ഷേ രാത്രി നിസ്കാരങ്ങളെക്കാളും ശർഇൽ മഹത്വമുള്ള നിസ്കാരമാണ് ഫർദ് നിസ്കാരങ്ങളോട് ചേർന്നിരിക്കുന്ന റവാത്തിബായ സുന്നത്തുകൾ, ഫർദ് നിസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള റവാത്തിബായ സുന്നത്തുകൾ. അപ്പോൾ ഫർദിനോട് ചേർന്നിരിക്കുന്ന ഇബാദത്തുകൾക്ക് അത് ചേരാത്ത ഇബാദത്തുകളെക്കാളും മഹത്വമുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഏറ്റവും മഹത്വമുള്ളത് ശഅബാനിലെ നോമ്പിന് തന്നെയാണ്. പക്ഷേ ഫർദിനോട് ചേരാത്ത ഇബാദത്തുകൾ വെച്ച് നോക്കിയാൽ, ഫർദിനോട് ചേരാത്ത നോമ്പുകൾ വെച്ച് നോക്കിയാൽ ഏറ്റവും മഹത്വമുള്ള നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ്. ഇതാണ് ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ നൽകിയിട്ടുള്ള വിശദീകരണം. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ മുഹറം മാസത്തിലെ 9, 10 ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാൻ നാം ശ്രമിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ, അവിടെ ഉണ്ടായിരുന്ന അഹ്ലുൽ കിതാബ്, അവർ മുഹറം മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ദിവസം നോമ്പെടുക്കുന്നത്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഹാദാ യൗമുൻ അളീം, ഇത് മഹത്വമുള്ള ദിവസമാണ്. എന്താണ് കാരണം? അൻജല്ലാഹു ഫീഹി മൂസ വഖൗമഹ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും അള്ളാഹു രക്ഷിച്ചിരിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞ് അവർ നോമ്പ് അനുഷ്ഠിക്കുന്നു. ഫസാമഹു മൂസ ശുക്ര, ആ ദിവസത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം
അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. ഫനഹ്നു നസൂമു, മൂസാ നബി അലൈഹിസ്സലാം നോമ്പനുഷ്ഠിച്ചതുകൊണ്ടാണ് നാം നോമ്പെടുക്കുന്നത് എന്ന് അവിടെ ഉണ്ടായിരുന്ന അഹ്ലുൽ കിതാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ മൂസയോടുള്ള അവരുടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നോമ്പെടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഫനഹ്നു അഹഖു വഔലാ ബിമൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസയോട് ബന്ധമുള്ളത് ഞങ്ങൾ മുസ്ലിമീങ്ങൾക്കാണ്. ജൂത നസാറാക്കളെക്കാൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബന്ധമുള്ളത് ഞങ്ങൾ മുസ്ലിമീങ്ങൾക്കാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം നോമ്പനുഷ്ഠിക്കുകയും ആളുകളോട് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുകയും ചെയ്തു. സഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഹറം 9, 10 ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് വളരെയധികം മഹത്വമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, സിയാമു യൗമി ആശൂറ, മുഹറം 10ാമത്തെ ദിവസം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത അല്ലതി ഖബ്ല, കഴിഞ്ഞ വർഷം നാം ചെയ്തിരിക്കുന്ന ചെറുപാപങ്ങളൊക്കെ അത് കാരണത്താൽ മാപ്പാക്കപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. പാപങ്ങൾ മാപ്പാക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. ഉലമാക്കൾ വിശദീകരിക്കുന്നു, മാപ്പാക്കപ്പെടുക ചെറിയ പാപങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഹറം 10 അത്രയും മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആദ്യ കാലഘട്ടത്തിലൊക്കെ മുഹറം 10 മാത്രമാണ് അനുഷ്ഠിച്ചിരുന്നത്. ജൂതനസാറാക്കൾ ചെയ്യുന്നത് പോലെ, അവർ ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി ജൂതന്മാർ ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10 മാത്രം നോമ്പനുഷ്ഠിച്ചു. അവിടുത്തെ അവസാന വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരോട്, അവിശ്വാസികളോട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നാം എതിരാകണം എന്ന അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9 കൂടി ഞാൻ നോമ്പെടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പക്ഷേ പിറ്റേ വർഷം നോമ്പെടുക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോവുകയും ചെയ്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഹറം 9, 10 ദിവസങ്ങളിൽ നോമ്പെടുക്കുക എന്നുള്ളത് ശർഅ് പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ നോമ്പ് ഒരു വർഷത്തെ പാപം മാപ്പാക്കപ്പെടാൻ ഈ ഒരു ദിവസത്തെ അമല് കൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല മഴക്കാലമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ക്ഷീണമുണ്ടാകുന്ന കാര്യമല്ല. അതുകൊണ്ട് എത്ര തിരക്കുള്ളവരാണെങ്കിലും ആ ദിവസത്തെ നോമ്പിന് നിങ്ങൾ ശ്രദ്ധ കാണിക്കുക. ഏറ്റവും ചുരുങ്ങിയത് 2 ദിവസം നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മുഹറം 10 ദിവസം നിർബന്ധമായും നോമ്പെടുക്കുക. പിന്നെ വാട്സപ്പുകളിലും മറ്റും പ്രചരിക്കുന്ന ചില എഴുത്തുകൾ കാണാറുണ്ട്, മുഹറം 9, 10, 11 ദിവസങ്ങളിൽ നോമ്പെടുക്കുക എന്ന് പറഞ്ഞ്. അങ്ങനെയൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ചില പണ്ഡിതന്മാർ, ഇമാം ഇബ്നു സീരീനെ പോലുള്ള പണ്ഡിതന്മാർ അത്തരത്തിലുള്ള നോമ്പ് അനുവദിച്ചത് പ്രത്യേക ഒരു പശ്ചാത്തലത്തിലാണ്. അതിന് കാരണം മുഹറം മാസപ്പിറവിയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായാൽ അങ്ങനെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി 3 ദിവസം നോമ്പെടുക്കാമെന്ന് മുഹമ്മദ് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത സാഹചര്യങ്ങളിൽ മാസം നോക്കുന്നതൊക്കെ വ്യക്തമായാണ് നടന്നത് എങ്കിൽ മുഹറം 9, 10 ദിവസങ്ങളിൽ മാത്രമേ നോമ്പെടുക്കേണ്ടതുള്ളൂ. 9, 10, 11 ദിവസങ്ങളിൽ നോമ്പെടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ സ്ഥിരപ്പെടാത്ത കാര്യമാണ്. അതുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതാണ് എന്ന ബോധം സദാസമയം നമ്മുടെ മനസ്സിലുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين ودمر أعداء الدين اللهم عليك بأعداء الإسلام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه وسلم.